Hi students, good afternoon. Today we are going to discuss about the scheduling algorithms. Scheduling algorithms means നമ്മുടെ ഇപ്പോൾ CPU-ൽ ഒരുപാട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സം അൽഗോരിതംസ് ആണ്. ആ അൽഗോരിതംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ഏതൊക്കെയാണെന്നാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 6 പോപ്പുലർ പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് FCFS ഷെഡ്യൂളിംഗ്. സെക്കൻഡ് വൺ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് SJF എന്ന് പറയും. ദെൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ഫോർത്ത് വൺ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ദെൻ മൾട്ടിപ്പിൾ ലെവൽ ക്യൂസ് ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. ഇത്രയും അൽഗോരിതംസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് FCFS. FCFSൽ ആദ്യം ഏത് പ്രോസസ്സ് വന്നോ അതിനെ എന്ത് ചെയ്യും, സെർവ് ചെയ്യും. ആ പേരിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് വരുന്ന പ്രോസസ്സിനെ ഫസ്റ്റ് എന്ത് ചെയ്യും, അതിനെ സെർവ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇത് നോൺ പ്രീമിറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ദെൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് FCFS എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ, അതായത് ക്യൂയിലേക്ക് ആദ്യം ഏത് വന്നോ അല്ലെങ്കിൽ ആദ്യം ഏത് പ്രോസസ്സ് വന്നോ അതിനെ എന്ത് ചെയ്യും, ഫസ്റ്റ് സെർവ് ചെയ്യും അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് വന്നതിന് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂയിലേക്ക് ആദ്യം ഏത് വന്നോ അതിനെ ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് തരും ഫസ്റ്റ് വന്നതിനെ. ദെൻ അതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പോർ ഇൻ പെർഫോമൻസ് ആസ് ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് ഹൈ. അതായത് പെർഫോമൻസ് കുറവാണ്. ബിക്കോസ് എന്താണ്, വെയിറ്റിംഗ് ടൈം നമ്മളിപ്പോൾ സി പി യുവിൽ നമ്മൾക്ക് റൺ ചെയ്തെടുക്കേണ്ട ആ ഒരു വെയിറ്റിംഗ് ടൈം, എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്താണ്, ആസ് കമ്പയർഡ് ടു അതർ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഇറ്റ് വിൽ ബി വെരി ഹൈ. ദെൻ നമുക്കതിലൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 4 പ്രോസസ്സുകൾ P0 P1, ആ ടേബിൾ നോക്കൂ. P0 P1 P2 ആൻഡ് P3. അതിൻ്റെ അറൈവൽ ടൈമും എക്സിക്യൂട്ട് ടൈമും സർവീസ് ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട് ടേബിളിൽ. അപ്പോൾ P0ൻ്റെ അറൈവൽ ടൈം 0, എക്സിക്യൂഷൻ ടൈം 5, സർവീസ് ടൈം 0. അറൈവൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്താനെടുക്കുന്ന ടൈം, എക്സിക്യൂട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എത്ര ടൈം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, എത്ര ടൈമാണ് അത് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. സർവീസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയെടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. അപ്പോൾ ആദ്യം P0 എന്ന് പറഞ്ഞ പ്രോസസ്സ് വന്നു. രണ്ടാമത്തെ ഡയഗ്രാം നോക്കൂ. ഫസ്റ്റത്തെ പ്രോസസ്സ് വന്നു. P0 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് വന്നു. അതിൻ്റെ അറൈവൽ ടൈം എന്താണ്, 0 ആണ്. ദെൻ എക്സിക്യൂഷൻ ടൈം എത്രയാണ്, 5 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ P0 5 സെക്കൻഡോ അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ് കൊണ്ടാണ് എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ആണ് അടുത്തത് എന്ത് വരുന്നത്, P1 എത്ര ടൈമാണ് എടുക്കുന്നത്, എക്സിക്യൂഷൻ ടൈം എത്രയാണ്, 3 ആണ്. അപ്പോൾ 5 മുതൽ 5 + 3 8 ആണ്. 3 മില്ലി സെക്കൻഡ് ആണ് ടൈം എടുക്കുന്നത്. അപ്പോൾ +3 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 8 എന്നാണ് അതിൻ്റെ എക്സിക്യൂഷൻ ടൈം വരുന്നത്. ഓക്കെ, ദെൻ P2 എത്ര സമയം എടുക്കുന്നത്, 8 ആണ് എക്സിക്യൂഷൻ ടൈം എടുക്കുന്നത്. അപ്പോൾ P1 കംപ്ലീറ്റ് ചെയ്തെടുത്തത് 8ലാണ്. 8 to P2 എത്രയാണ് എടുക്കുന്നത്, 8 ആണ് എടുക്കുന്നത്. അപ്പോൾ 8 + 8 എത്ര വരും, 16 എന്ന് വരും. അപ്പോൾ അത്രയും ടൈം എന്ത് ചെയ്യുന്നു, ആ ഒരു P2 കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നു. ദെൻ P3 എത്ര, ഇപ്പോൾ 60ലാണ് അവസാനിച്ചത്. അതിൻ്റെ എക്സിക്യൂഷൻ ടൈം എത്രയാണ്, 6 ആണ് അല്ലേ. അപ്പോൾ അതിലേക്ക് 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 22 ലാസ്റ്റ് കിട്ടും. അപ്പോൾ അത് എന്താണ്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ടൈമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വന്നതിനെ ഫസ്റ്റ് സെർവ് ചെയ്യും. ഇനി ഇതിൻ്റെ നമ്മൾ വെയിറ്റിംഗ് ടൈം കാണണം, എത്ര സമയം ഓരോ പ്രോസസ്സും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ P0 പറഞ്ഞ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ എന്താണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. P1ഉം P2ഉം P3യും ഒക്കെ അവിടെ എന്താണ് P0 എന്ന് പറഞ്ഞ പ്രോസസ്സ് റൺ ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം നമ്മൾ കാണണം. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്
ഈക്വൽ ടു സർവീസ് ടൈം മൈനസ് അറൈവൽ ടൈമാണ്. തേർഡ് ടേബിളിൽ നോക്കുക, അതിൽ കൊടുത്തിട്ടുണ്ട് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞത് സർവീസ് ടൈം മൈനസ് അറൈവൽ ടൈമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കൂ, P0ൻ്റെ വെയിറ്റിംഗ് ടൈം എത്ര വരും? സർവീസ് ടൈം 0 ആണ്. അതുപോലെ തന്നെ അറൈവൽ ടൈമും ആ മുകളിലത്തെ ടേബിളിൽ നോക്കുക, സർവീസ് ടൈമും അറൈവൽ ടൈമും അത് രണ്ടും 0 ആണ്. അപ്പോൾ എന്താണ് വെയിറ്റിംഗ് ടൈം ഇവിടെ 0 വരും. അടുത്തത് P1ൻ്റെ സർവീസ് ടൈം എത്രയാണ്? മുകളിലത്തെ ടേബിളിൽ 5 ആണ് അല്ലേ. P0ൻ്റെ സർവീസ് ടൈം 5 ആണ്. മൈനസ് എന്താണ് അറൈവൽ ടൈം എത്രയാണ്? 1. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ദെൻ P2ൻ്റെത് 8 ആണ് സർവീസ് ടൈം. ദെൻ അതിൻ്റെ അറൈവൽ ടൈം എന്ന് പറയുന്നത് 2 ആണ്. മൈനസ് ചെയ്താൽ 6. P3യുടേത് 16 മൈനസ് 3 13 വരും. ഇനി ഇതിൻ്റെ ആവറേജ്, ഇതിപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ടൈമാണ് കണ്ടത്. അപ്പം മൊത്തത്തിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എത്രയാണ് വരുന്നത്? ഈ നമുക്ക് കിട്ടിയ വെയിറ്റിംഗ് ടൈമിനെ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം കിട്ടിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഫസ്റ്റത്തെ P0ൻ്റെ 0 പ്ലസ് P1ൻ്റെ 4 ആണ്, 4 പ്ലസ് P2ൻ്റെ 6 ആണ്, പ്ലസ് P3യുടെ 13 ആണ്, 13. ഇതിനെല്ലാത്തിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതിൻ്റെ എണ്ണം, 4 പ്രോസസ്സല്ലേ ഇവിടെ ഉള്ളത്. സോ 4 എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും 5.75. അപ്പോൾ അതാണ് അതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം വരുന്നത്. അടുത്തത് വരുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, SJF. എന്താണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്? ആ പേരിലുള്ള മീനിങ് എന്താണ്? ഷോർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് റൺ ചെയ്യാനുള്ള പ്രോസസ്സ് എന്ത് ചെയ്യും? ആദ്യം റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിനെ SJN എന്ന് പറയുന്നുണ്ട്. ഇത് നോൺ പ്രീംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ദെൻ ബെസ്റ്റ് അപ്രോച്ച് ടു മിനിമൈസ് വെയിറ്റിംഗ് ടൈം കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് CPU ആ ടൈം അവിടെ എന്താണ് വേസ്റ്റായി പോകണം. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? റൺ ചെയ്യണം. അപ്പോൾ ഇത് എന്തിനുള്ളൊരു അപ്രോച്ചാണ്? മിനിമം വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനുള്ള ഒരു അപ്രോച്ച് കൂടിയാണ് എന്ത് SJF എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ടും ഈസി ടു ഇംപ്ലിമെൻറ്റ് ഇൻ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സുഖം. ദെൻ ഇമ്പോസിബിൾ ടു ഇംപ്ലിമെൻറ്റ് ഇൻ ഇൻട്രാക്റ്റീവ് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്താണ് ഈ ഒരു SJF കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ദ പ്രോസസ് ഷുഡ് നോ ഇൻ അഡ്വാൻസ് ഹൗ മച്ച് ടൈം പ്രോസസ് വിൽ ടേക്ക്. നമ്മുടെ പ്രോസസ്സറിന് അല്ലെങ്കിൽ CPUവിന് മുന്നേ തന്നെ മനസ്സിലാവണം എന്ത്, ഒരു പ്രോസസ്സ് എത്ര ടൈം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് പ്രോസസ്സറിന് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിലെ ക്രൈറ്റീരിയാസ്. ദെൻ നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും അറൈവൽ ടൈമും എക്സിക്യൂഷൻ ടൈമും സർവീസ് ടൈമും നേരത്തെ ടേബിളിലുള്ള സെയിം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് ഇതിൻ്റെ ഇനി ആവറേജ് വെയിറ്റിംഗ് ടൈമാണ് ഫൈനലി കാണേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം കാണണം. ഇതിലേതാണ് ഏറ്റവും കുറഞ്ഞ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റാണ്, ഏറ്റവും കുറവ് ഉള്ളത് ആദ്യം റൺ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് P0ൻ്റെ അറൈവൽ ടൈം 0, എക്സിക്യൂഷൻ ടൈം 5, സർവീസ് ടൈം 0. എന്നിട്ട് ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം P0ൻ്റെ 0 നമ്മൾ വെയിറ്റിംഗ് ടൈം എങ്ങനെ കാണുക? നമ്മൾ മുകളിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു സർവീസ് ടൈം മൈനസ് അറൈവൽ ടൈം. അപ്പോൾ ഇവിടെ സർവീസ് ടൈം 0 കൊടുത്തിട്ടുണ്ട്, അറൈവൽ ടൈം 0 ഈക്വൽ ടു 0 ആയിരിക്കും. P1ൻ്റെത് സർവീസ് ടൈം 5 മൈനസ് 1 4, P2ൻ്റെത് 14 മൈനസ് 2 12, P3യുടെ 8 മൈനസ് 3 5. അപ്പോൾ ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം കിട്ടി നമുക്ക്. ഓക്കെ, ഈ വെയിറ്റിംഗ് ടൈമിനനുസരിച്ചാണ് ഓരോ പ്രോസസ്സും ആദ്യം അത് കുറഞ്ഞ ഷോർട്ടസ്റ്റ് ജോബാണ് ഫസ്റ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കുറവ് ടൈം ഉള്ളത് അതിനെന്ത് ചെയ്യും? റൺ ചെയ്യും ഫസ്റ്റ്. ഓക്കെ, ദെൻ ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം നമ്മൾ ഓൾറെഡി ഉള്ള വെയിറ്റിംഗ് ടൈമിനെയൊക്കെ ആഡ് ചെയ്യുക, അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 0 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 12 പ്ലസ് 5
ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 5.25 ആണ് ദെൻ അതിൽ നമ്മൾ മുകളിലത്തെ ടേബിളിൻ്റെ തന്നെ വാല്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, അതിലൊരു മാറ്റമുണ്ട്. ഇതിൽ സർവീസ് ടൈമിൽ ചെറിയൊരു മാറ്റമുണ്ട്. 14 ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ടേബിളത്തെ വാല്യൂസിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ. സോ നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈം ഇവിടെ കിട്ടിയിട്ടുണ്ട് 5.25. ഓക്കെ, അപ്പോൾ ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനെ അപേക്ഷിച്ച് ഇതിലെന്താണ് വെയിറ്റിംഗ് ടൈം എന്താണ് കുറവാണ്. ഓക്കെ, അടുത്ത ഷെഡ്യൂളിംഗ് അൽഗോരിതം വരുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് ആണ്. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രോസസ്സും റൺ ചെയ്യുന്നത്. പ്രയോറിറ്റി ബേസിൽ എന്താണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നോൺ പ്രീംപ്റ്റീവ് അൽഗോരിതമാണ്. ഇത് ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റത്തിലാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലെന്താണ് ഓരോ പ്രോസസ്സിനും ഓരോ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതാണ് ഫസ്റ്റായിട്ട് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ പ്രോസസ്സ് വിത്ത് സെയിം പ്രയോറിറ്റി ഉള്ള ചിലപ്പോൾ പ്രോസസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ P0ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്, P2ന് P1ന് ഫസ്റ്റ് പ്രയോറിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം പ്രയോറിറ്റി ഉള്ളതിനെ ചെയ്യുന്നത് അവർ ആദ്യം ഏതാണോ വരുന്നത് അതിനെ ഫസ്റ്റ് സെർവ് ചെയ്യും. ആ ഒരു ബേസിലാണ് ചെയ്യുന്നത്. ദെൻ പ്രയോറിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മെമ്മറി റിക്വയർമെൻറ്റ്സും അതുപോലെ തന്നെ ടൈം റിക്വയർമെൻറ്റ്സൊക്കെ വെച്ചിട്ടാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ ഓഫ് പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. 4 പ്രോസസ്സുകൾ P0, P1, P2 ആൻഡ് P3. അതിൻ്റെ അറൈവൽ ടൈം, എക്സിക്യൂഷൻ ടൈം. ദെൻ ഇവിടെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു അഡീഷണൽ കോളുണ്ട്. അതിൻ്റെ പ്രയോറിറ്റിയാണ്, ഓരോ പ്രോസസ്സിൻ്റെയും പ്രയോറിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. P0 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി, P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് സെക്കൻഡ് പ്രയോറിറ്റി, P2 എന്ന് പറഞ്ഞിരുന്നതിന് ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു സെയിം പ്രയോറിറ്റി ഉള്ള പ്രോസസ്സുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഏതാണോ വരുന്നത് അതിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ P3ക്ക് തേർഡ് പ്രയോറിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോൾ ആദ്യം P0 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ P2 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ P1 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ P3 ആണ് തേർഡ് പ്രയോറിറ്റി അതിനാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം മീൻസ് എക്സിക്യൂഷൻ ടൈം നമ്മുടെ സർവീസ് ടൈം മൈനസ് അറൈവൽ ടൈം. അപ്പോൾ സർവീസ് ടൈം ഇവിടെ 0 ആണ്. 0 മൈനസ് 0 ഈക്വൽ ടു 0. ദെൻ P1ൻ്റെ 11 മൈനസ് 1 ഈക്വൽ ടു 10 ആണ് വരുന്നത്. P2ൻ്റെ 14 മൈനസ് 2 ഈക്വൽ ടു 12. P3യുടെ 5 മൈനസ് ടേബിളിലുണ്ട് അറൈവൽ ടൈം 5 മൈനസ് 3 ഈക്വൽ ടു 2. ഇനി അതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ കിട്ടിയ ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം ഡിവൈഡഡ് ബൈ അതിൻ്റെ നമ്പർ, എത്ര എണ്ണം പ്രോസസ്സുകളുണ്ട് 4. അപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റിംഗ് ടൈം 6 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റൗണ്ട് റോബിനിൽ എന്താ വരുന്നത്? റൗണ്ട് റോബിൻ ഈസ് ദ പ്രീംറ്റീവ് പ്രോസസ് ഷെഡ്യൂളിംഗ്. പ്രീംറ്റീവ് ആണ്, നമ്മൾ പ്രീംറ്റീവ് നോൺ പ്രീംറ്റീവ് ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്. പ്രീംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇവിടെ ഇവിടെ ഒരു ഫിക്സഡ് ടൈം കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ പ്രോസസ്സിനും. അതിനെ ക്വാണ്ടം എന്നാണ് പറയുന്നത്. ഓരോ പ്രോസസ്സിനും ഓരോ ടൈം ക്വാണ്ടം കൊടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ചാണ്, ആ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രോസസ്സും റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടൈം ക്വാണ്ടം കൊടുത്തിട്ടുള്ള 3 എന്നാണ്. അപ്പോൾ ഓരോ പ്രോസസ്സും റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം 3 ആണ്. P0 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ ഒരു ടേബിൾ ഉണ്ട്. ഒരു മിനിറ്റ്, ഈ മുകളിലത്തെ ടേബിളിൽ എക്സിക്യൂഷൻ ടൈം കണ്ടോ ഓരോ പ്രോസസ്സിൻ്റെയും 5, 3, 8, 6 എന്ന് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റൗണ്ട് റോബിൻ. ആ ടേബിൾ തന്നെ ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടൈം ക്വാണ്ടം 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മില്ലി സെക്കൻഡ് ആണ് ഓരോ പ്രോസസ്സ് എടുക്കുന്ന ടൈം. ഓക്കെ, പക്ഷേ P0 നമ്മൾ ഓൾറെഡി ടേബിൾ കൊടുത്തിട്ടുള്ള എക്സിക്യൂഷൻ ടൈം 5 ആണ്. നമ്മുടെ ടൈം ക്വാണ്ടം തന്നിട്ടുള്ളത് 3 ആണ്. അപ്പോൾ 3 മില്ലി സെക്കൻഡിൽ ഈ 5
അതെടുക്കുന്ന 5 മില്ലി സെക്കൻഡ് എടുക്കുന്ന ടൈം അവിടെ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ആ ഒരു P0 എന്ന് പറഞ്ഞ പ്രോസസ്സ് അതിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഫുള്ളാവില്ല. അപ്പോൾ എന്താണ്, P0 ഫസ്റ്റ് എടുക്കുന്ന ടൈം ക്വാണ്ടം 3 ആണ്. ഓൾറെഡി അവിടെ എക്സിക്യൂഷൻ 5 ഉണ്ട്, പക്ഷേ ഇവിടെ 3 എടുത്തു. നമുക്ക് ടൈം ക്വാണ്ടം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആ 3 മില്ലി സെക്കൻഡിൽ എത്ര കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി അവിടെ ഒരു 2 ഉണ്ട്, 5-ൽ ബാക്കി 2 ഉണ്ട്, 3 ടൈം ക്വാണ്ടം യൂസ് ചെയ്തതിൻ്റെ ശേഷം. അടുത്തത് എന്താണ്, P1 ആണ്. P1 എത്ര എടുക്കുന്ന ടൈം ക്വാണ്ടം, മുകളിൽ എക്സിക്യൂഷൻ ടൈം 3 ആണ് എടുക്കുന്നത്. മുകളിലത്തെ ടേബിളിൽ നോക്കുക, 3 ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ 3-ൽ എന്താണ്, P1 3 ഇവിടെ ഈ ഒരു റൗണ്ട് റോബിനിൽ ടൈം കൗണ്ട് 3 തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈം തന്നെയാണ്, സെയിം ആണ്, അതിലും 3 ആണ്, ഇവിടെ ടൈം കൗണ്ടും 3 ആണ്. സോ P1 എന്നുള്ള പ്രോസസ്സ് എന്താണ്, കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അടുത്തത് P2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് വരുന്നത്. P2 എത്ര ടൈമാണ്, ആ ടേബിളിൽ നോക്കൂ, എത്ര എടുക്കുന്നത്, 8 ആണ് എടുക്കുന്നത് അല്ലേ. ഇവിടെ എത്രയാണ് ടൈം ക്വാണ്ടം, 3 ആണ്. അപ്പോൾ 6 ആണ് നമുക്കിപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് ഒരു 3 കൂടെ എന്ത് ചെയ്തു, ടൈം ക്വാണ്ടം എടുത്തു. ബാക്കി അതിൽ എത്ര ഉണ്ട്, 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 5 വരും അല്ലേ. 5 വരും. 5-ൽ അതിനി ബാക്കി എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് അല്ലേ. ദെൻ അടുത്തത് P3 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. P3 എത്ര എടുക്കുന്നത്, 6 ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 6-ൽ എന്താണ്, ബാക്കി 9 + 3 ടൈം ക്വാണ്ടം 3 ആണ്. അപ്പോൾ 3 എന്നുള്ളത് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഒരു 3 കൂടെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് അല്ലേ. ഇപ്പോൾ 4 പ്രോസസ്സുകളും ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി P0-ൽ വീണ്ടും എത്ര ബാക്കി ഉണ്ടായിരുന്നു, ടോട്ടലി 5 ആയിരുന്നു. ആ 5-ൽ ബാക്കി 2 ഉണ്ട്. 3 ടൈം ക്വാണ്ടം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, ബാക്കി 2 ഉണ്ട്. അപ്പോൾ ആ 2 എന്ത് ചെയ്യും, അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 12 to 14 അല്ലേ P0 രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ടൈമും അവിടെ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. 2 മില്ലി സെക്കൻഡ് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ P0 എന്ന് പറഞ്ഞുള്ള പ്രോസസ്സ് എന്താണ്, കംപ്ലീറ്റ് റൺ ചെയ്തു. അടുത്തത് P2 ആണ്. P2 നമ്മൾ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. P1 കംപ്ലീറ്റ് ആയിട്ട് 3 ടൈം ക്വാണ്ടം യൂസ് ചെയ്ത് P1-ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിരുന്നു. അടുത്തത് P2-ൽ ബാക്കി 5 ഉണ്ടായിരുന്നു അല്ലേ. സോറി, യെസ്, ബാക്കി 5 ഉണ്ടായിരുന്നു. അതിൽ അടുത്ത ടൈം ക്വാണ്ടം 3 തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 14 to 17 3 ടൈം ക്വാണ്ടം അവിടെ യൂസ് ചെയ്തു. ഇനിയും ബാക്കി എത്ര ഉണ്ട്, നമ്മളിപ്പോൾ 2 ഉണ്ടാവും ഇനിയും ബാക്കി അല്ലേ. അപ്പോൾ അതിനവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അടുത്തത് P3 ആണ്. P3 എത്ര, 6 ആണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ 3 ഓൾറെഡി യൂസ് ചെയ്തു. ദെൻ വീണ്ടും എന്താണ്, ഇവിടെ ഒരു 3 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ 3 ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ P3-യുടെ പ്രോസസ്സും ഫുള്ളായി. ഇനി അടുത്തത് എന്താണ്, P2 2 കൂടെ ബാക്കി ഉണ്ടായിരുന്നത്. 2 മില്ലി സെക്കൻഡിൽ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിനെന്ത് ചെയ്യും, ലാസ്റ്റ് ഇത് ചെയ്തതിൻ്റെ ശേഷം P2 വീണ്ടും എന്ത് ചെയ്യും, 20 to 22 ആ ഒരു 2 മില്ലി സെക്കൻഡ് അവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം വരുന്നത്. ഇനി അതിൻ്റെ വെയിറ്റിംഗ് ടൈം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്, P0-യുടെ 0 - 0. ഇവിടെ എന്താണ്, 0 - 0. അതിൻ്റെ സർവീസ് ടൈം മുകളിലത്തെ ടേബിളിൽ നോക്കൂ. സർവീസ് ടൈം P0-ൻ്റെ 0 ആയിരുന്നു. അറൈവൽ ടൈം 0 ആണ്. ദെൻ P0 അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ പ്രോസസ്സിൻ്റെ. ബാക്കി ഇവിടെ നമ്മുടെ P0 വീണ്ടും അതിൻ്റെ ബാക്കി ടൈം റൺ ചെയ്യുന്നുണ്ട്. 5-ൽ 3 പോയിട്ടുള്ളൂ, ബാക്കി 2 പിന്നെയുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത്തെ പ്രോസസ്സ് P0 ഈ ഒരു ടൈം ക്വാണ്ടത്തിൻ്റെ ഒരു ആഷ് കളറിൽ കുറച്ച് ഡാർക്ക് ചെയ്തിട്ട് കാണിച്ചുള്ള ഡയഗ്രം അതിൽ നോക്കൂ. അതിൽ ഈ 12 കണ്ടോ, 12 എന്താണ്, രണ്ടാമത് P0 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് അല്ലേ. അതെടുക്കുന്ന സർവീസ് ടൈം 12 ആണ്. മൈനസ് എന്താണ്, ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് P0 ഫസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, അതായത് ആ ഒരു 3 ടൈം ക്വാണ്ടം കംപ്ലീറ്റ് ചെയ്ത് തന്നില്ല ഫസ്റ്റ് P0, ആ ഒരു ടൈമും അതിന് മൈനസ് ചെയ്യുക. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 9 കിട്ടും. ഓക്കെ, ദെൻ P1-ൽ എന്താണ്, ഇത് ഡയഗ്രം നോക്കൂ. P1-ൽ 3 ആണ് എന്ത്, അത് സർവീസ് ടൈം എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് സർവീസ് ടൈം എന്താണ്, P1 അല്ലേ. P1 3 ആണ്. 3 മൈനസ് എന്താണ്, 1 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അറൈവൽ ടൈം മുകളിലത്തെ ടേബിളിൽ നമുക്ക് P1-ൻ്റെ 1 ആണ് കിട്ടിയിട്ടുണ്ട്
അല്ലേ? സോ അത് ആ ഒരു ടൈം ക്വാണ്ടത്തിൻ്റെ ഉള്ളിൽ ആ ഒരു P1ൻ്റെ പ്രോസസ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 കിട്ടും. P2 എന്താണ്? P2 ഈ ഒരു ഡയഗ്രത്തിൽ നോക്കൂ. P2ൽ ഫസ്റ്റ് നമ്മൾ P2ൻ്റെ ഓൾറെഡി ഉള്ള ടൈം ക്വാണ്ടം എത്രയായിരുന്നു? 3 ആണ്. പക്ഷേ ടോട്ടലി അത് എടുക്കുന്നത് 8 ഉണ്ട്. സോ അത്രയും നമ്മൾ ആ 3 എണ്ണം എത്ര ടൈം എടുത്തു എന്നുള്ളത് കാണിക്കണം, അല്ലേ? അപ്പോൾ P2ൻ്റെത് ഫസ്റ്റ് P2 എക്സിക്യൂട്ട് ചെയ്ത് അതിലേക്ക് വരുന്ന സർവീസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്. 6 - 2 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 എന്താണ്? ഡയഗ്രത്തിൽ മുകളിലത്തെ ടേബിളിൽ ഉണ്ടാവും. അറൈവൽ ടൈം 2 ആണ്. ഫസ്റ്റ് അറൈവൽ ടൈം 2 എടുത്തു. ദെൻ പ്ലസ് 14 എന്താണ്? അടുത്ത P2 എപ്പോഴാണോ തുടങ്ങുന്നത് അതാണ് 14. എന്നിട്ട് -9 കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തൊട്ട് മുന്നേ P2 എക്സിക്യൂട്ട് ചെയ്ത് കുറച്ച് ഒരു 3 ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ലേ, അത് എത്രയിലാണ്? 9 ആണ്. -9 പ്ലസ് വീണ്ടും എന്താണ്? P2 എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. എത്ര മുതൽ? 20 മുതൽ. അപ്പോൾ 20 മൈനസ് തൊട്ട് മുന്നേ P2 എവിടെയാണോ കംപ്ലീറ്റ് ചെയ്തത്, എവിടെയാണ്? 17, അത് മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് ടോട്ടലി ഇത് 3 മൈനസ് ചെയ്തിട്ട് ആഡ് ചെയ്തതാണ് എന്ത്? അതിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ദെൻ P3യുടെ എന്ത് വരും? P3 2 തവണ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെയും കാണണം, അല്ലേ? അപ്പോൾ P3യുടെ ഫസ്റ്റ് അതിൻ്റെ സർവീസ് ടൈം എന്ന് പറയുന്നത് 9 ആണ്, അല്ലേ? അതിൻ്റെ അറൈവൽ ടൈം മോള് ടേബിളിലുണ്ട്. എത്രയാണ്? 3 -3 കൊടുത്തു. പ്ലസ് രണ്ടാമത് P3 എപ്പോഴാണ് അതിൻ്റെ സർവീസ് ടൈം എന്ന് വരുന്നത്? 17ലാണ്, അല്ലേ? 17 മൈനസ് തൊട്ട് മുന്നേ P3 എവിടെയാണ് അവസാനിച്ചത്, കംപ്ലീറ്റ് ചെയ്തത് എത്രയിലാണ്? 12. അത് മൈനസ് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റിംഗ് ടൈം 11 എന്ന് പറയും. ഇനി ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം ഇത് 4ഉം ആഡ് ചെയ്യുക, അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 പ്രോസസ്സ് അല്ലേ, അപ്പോൾ 4 പ്രോസസ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ആവറേജ് ടൈം വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 8.5 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതിൽ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് ആണ് അടുത്തത്. മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിങ്ങിൽ ഡയഗ്രാം നോക്കൂ. ഇതിൽ ഓരോ ക്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിസ്റ്റം പ്രോസസ്സ്, ഇൻട്രാക്റ്റീവ് പ്രോസസ്സസ്, ഇൻട്രാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സസ്, ബാച്ച് പ്രോസസ്സസ് ആൻഡ് സ്റ്റുഡൻറ്റ് പ്രോസസ്സസ്. ഇതൊക്കെ ഓരോ ക്യൂകളാണ്. അതിൽ ആ ഓരോ ക്യൂവിലും വരുന്ന പ്രോസസ്സുകളാണ്. ഫസ്റ്റത്തെ ക്യൂവിൽ സിസ്റ്റം പ്രോസസ്സുകൾ ആയിരിക്കും, രണ്ടാമത്തെ ക്യൂവിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകളായിരിക്കും. അങ്ങനെ ഓരോന്നിലും ഓരോ പ്രോസസ്സിലും എന്ത് തരത്തിലുള്ള പ്രോസസ്സാണ് എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഹയസ്റ്റ് പ്രയോറിറ്റി ടു ലോവസ്റ്റ് പ്രയോറിറ്റിയിലാണ്. ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? സിസ്റ്റം പ്രോസസ്സുകൾക്കാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രയോറിറ്റി ഉള്ളതാണ് ഇൻട്രാക്റ്റീവ്, ദെൻ ഇൻട്രാക്റ്റീവ് എഡിറ്റിംഗ്, ദെൻ ബാച്ച്, ദെൻ സ്റ്റുഡൻറ്റ്. ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് സ്റ്റുഡൻറ്റ് പ്രോസസ്സിനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ സിസ്റ്റം പ്രോസസ്സിൽ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ഇൻട്രാക്റ്റീവ് പ്രോസസ്സുകൾ അതിൽ ആ ഒരു ക്യൂവിൽ 0 ആയതിൻ്റെ ശേഷം മാത്രമാണ് എന്താണ് ഇൻട്രാക്റ്റീവ് പ്രോസസ്സിൽ എന്ത് വരുന്നത് ഉള്ള പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത്. അതിൽ ഫുള്ള് ഉള്ള ഇപ്പോൾ ഒരു 4-5 പ്രോസസ്സുകൾ ചിലപ്പോൾ ഇൻട്രാക്റ്റീവ് പ്രോസസ്സ് ക്യൂവിലുണ്ട്, ആ ഒരു ക്യൂവിലുണ്ടായിരിക്കും. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇൻട്രാക്റ്റീവ് എഡിറ്റിംഗ് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്യൂവിൽ എന്തുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്ത് അതിൽ എംപ്റ്റി ആയതിൻ്റെ ശേഷമാണ് രണ്ടാമത്തെ ക്യൂവിലുള്ള പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത്. അതാണ് മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ പ്രയോറിറ്റി ഹയസ്റ്റ്, ഏറ്റവും ടോപ്പിലുള്ളതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ദെൻ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി ഇതിൽ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് ഉണ്ട്. ഇതിൽ ഈ ഡയഗ്രാം നോക്കൂ. ഇതിലെന്താണ് ഓരോ ക്യൂവിലും എന്താണ് ടൈം ക്വാണ്ടം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്യൂവിൽ 8, സെക്കൻഡ് ക്യൂവിൽ 16, ദെൻ ലാസ്റ്റത്തെ ക്യൂവിൽ FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ക്യൂവിൽ എന്താണ് ലോവസ്റ്റ്. ഇതും ഹയസ്റ്റ് ടു ലോവസ്റ്റ് പ്രയോറിറ്റി രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെന്താണ് ഫസ്റ്റത്തെ ക്യൂവിൽ Q0, ഫസ്റ്റത്തെ മുകളിലത്തെ ടോപ്പിലുള്ളതിനെ Q0, ഫസ്റ്റത്തെ ക്യൂ എന്നാണ് മീൻ ചെയ്യുന്നത്. അതിലെന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതിന് ഫിക്സഡ് ടൈം ക്വാണ്ടം കൊടുത്തിട്ടുണ്ട്. എന്താണ് 8 മില്ലി സെക്കൻഡാണ് ടൈം ക്വാണ്ടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സുകൾ മാത്രമാണ് അതിൽ റൺ ചെയ്യുള്ളൂ. സപ്പോസ് അതിൽ കൂടുതലുള്ളൊരു പ്രോസസ്സ് 8 മില്ലി സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോസസ്സ് അതിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
തൊട്ട് താഴെ 16 കണ്ടോ ടൈം ക്വാണ്ടം കൊടുത്തിട്ടുള്ള ആ 16ലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ വെച്ചിട്ട് റൺ ചെയ്യും. ഇനിയിപ്പോൾ 16ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ FCFSലേക്ക് വരും. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു മില്ലി സെക്കൻഡിൽ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. മീൻസ് ഓരോ ക്യൂസിലും, അപ്പോൾ ഇതിൽ 3 ക്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ക്യൂവിലും എന്താണ് അതിൻ്റെ അനുസരിച്ചുള്ള ടൈം കൊണ്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താലാണ് എന്താണ്, അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത ക്യൂവിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും വോയിസ് നോട്ട് ഇതിൻ്റെ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.